ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ മേക്കിംഗ് ക്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മേക്കിംഗ് ക്ലാസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. നമ്മളുടെ ഹെയർ ബൺ ഉപയോഗിച്ചിട്ട് എന്താ പറയുക, ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഈ ഒരു ഹെയർ ബണ്ണ് കട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത്. കത്രിക ഉപയോഗിച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഹെയർ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ 250 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം മെറ്റീരിയൽസ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. വേണമെന്നുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ എന്താ പറയുക സാറ്റിൻ്റെ ഹെയർ ബോ എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. നമ്മളൊരു ലോക്ക് ചെയ്യുന്ന പോലെയാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ 2 കളറാണ് ഇവിടെ സെലക്ട് ആക്കിയിട്ടുള്ളത്. നമ്മുടെ ഓറഞ്ചും അതുപോലെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളറാണ് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക, കാണാനും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു ഫൈനലിലോട്ട് എത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോ ഭാഗം ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടി നമ്മൾ ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റിൽ കട്ട് ചെയ്തെടുത്തത് എങ്ങനെയാണോ അതേ അളവ് തന്നെയാണ് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഒരേ അളവിൽ തന്നെ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. മറ്റേത് ഒന്ന് വണ്ണം കൂടിയതും ഒന്ന് വണ്ണം കുറഞ്ഞായിട്ട് വരും, അതുപോലെ ഒന്ന് ലെങ്ത്ത് കൂടുതലായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഒന്ന് കട്ടാക്കുക, അതേ കറക്റ്റ് അളവ് തന്നെ ബാക്കിയുള്ളതെല്ലാം കട്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വർക്ക് അവസാനിക്കാനും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഓരോന്നോരോന്ന് അതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഹെയർ ബണ്ണ് വെച്ചിട്ട് ഒരുപാട് ഡിസൈനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മളുടെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 2 എന്താ പറയുക ഹെയർ ബണ്ണും കൂടി ആഡാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ 2 ബ്ലൂവിൻ്റെ ഹെയർ ബണ്ണും കൂടി ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ എന്താ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് ഗ്ലൂ ആഡാക്കി കൊടുക്കുക. അതിൻ്റെ അറ്റത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഗ്ലൂ ആഡാക്കി കൊടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ 6mm വൈറ്റ് ബീഡ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റേ അപ്പുറത്തുമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.